എവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊരു കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ കൂട്ടാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാഴയ്ക്ക കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ പറമ്പുകളിലെല്ലാം ഇഷ്ടംപോലെ വാഴയുണ്ടായിരുന്നു. പല സൈസ് വാഴകളുണ്ടായിരുന്നു. ഏത്തയുണ്ട്, പാളയംകോടനുണ്ട്, ഞാലിയുണ്ട്, അങ്ങനെ പറയേണ്ട ഒരുപാട് വാഴകളുണ്ടായിരുന്നു. പണ്ടുള്ളവർ കൃഷി ചെയ്യുമായിരുന്നു. അത് അതിന്റെ ചുണ്ടായാലും കൂമ്പെന്ന തെക്കോട്ടൊക്കെ പറയുന്നത്, ഇവിടെയൊക്കെ പറഞ്ഞ ചുണ്ടെന്നാ. അതിന്റെ ചുണ്ടായി, കൂമ്പായി, ഇതെല്ലാം പിണ്ടിയായി, ഇതെല്ലാം നമ്മൾ കറിക്ക് ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ ഇതിനൊന്നിനും ഒരു മായം ചേർന്ന് ഒരു വളം, ഒരു കീടനാശിനി അങ്ങനെ ഒന്നും ഉള്ളതല്ല. നല്ല അടിപൊളി സാധനമാണ്. വേറൊരു കാര്യമുണ്ടമ്മേ, അമ്മ മായം ചേരാത്ത നമ്മുടെ പറമ്പിലെ ആണെങ്കിലാണ് വാഴയ്ക്ക് മായം ചേരാത്തത് അല്ലേ? നമ്മള് കൃഷി ചെയ്യുന്നതിനകത്ത് കുരുടാനിടുകയോ അല്ലെങ്കിൽ മരുന്നൊളിക്കുകയോ ഒന്നും ചെയ്യൂല. നമ്മൾ സാധാരണ ചാണകപ്പൊടിയും ചാരമൊക്കെ ഇട്ട് നമ്മൾ വാഴയൊക്കെ നട്ടാൽ പിന്നെ ഒരു വളവും ചെയ്യൂല. അപ്പൊ ഈ കാറ്റൊക്കെ അടിക്കുമ്പോണ്ടെങ്കിൽ വാഴയൊക്കെ ഒടിഞ്ഞു വീഴും. അപ്പൊ എല്ലാ വീടുകളിലും ഈ വാഴക്ക കൊണ്ട് പല കറികളുണ്ടാക്കും. അപ്പൊ അതിലൊരു അപ്പൊ അതിലൊരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിനും വളരെ രുചിയുള്ള ഒരു അപ്പൊ സൂപ്പർ ഹിറ്റ് വാഴക്കറി ഉണ്ടാക്കുന്ന സിനിമ ഇപ്പൊ വാഴ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, നമുക്കറിയാം, അറിയില്ലേ? അപ്പൊ അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആണ്. അതുപോലെ സൂപ്പർ ഹിറ്റ് വാഴ എന്ന് പറഞ്ഞ സിനിമയിലെ പോലെ തന്നെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കറി അല്ലെ? അപ്പൊ ഇതിന്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. പണ്ട് ഞാൻ ഈ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് അമ്മയുടെ അമ്മ ഇന്ന് തന്നെ അമ്മ കറി, അപ്പൊ അമ്മ പറയും 2 വാഴയ്ക്കാണ് കറി എന്ന് പറയും. പക്ഷെ ചില സമയത്ത് ഞാൻ വിചാരിക്കും അമ്മ കളിയാക്കി പറയണത്. അങ്ങനെ കളിയാക്കി ഒരു ചൊല്ലുണ്ട് അല്ലേ? ഒരു എന്നെ വാഴയ്ക്കാന്ന് പറയും അല്ലേ? അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പറയണാണ് വാഴയ്ക്കാന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഒന്നും ഇല്ലാത്ത വാഴയ്ക്ക ഉപയോഗിച്ചാണ് അമ്മ ഉണ്ടാക്കുന്ന അതീവ ടേസ്റ്റ് ഉള്ള ഈ കൂട്ടാന് വേണ്ടിയിട്ട് വാഴയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് വാഴയ്ക്ക. ഇതിങ്ങനെ ഇതിന്റെ തൊലി, കായുടെ തൊലി ഇങ്ങനെ പോരും. ഏതൊക്കെയാണ് നമ്മൾ ചെത്തിയെടുക്കണം. ഇങ്ങനെ ചീന്തി എടുക്കുക. അപ്പൊ ഞാലിയോ പൂവനോ പാളയംകോടനോ റോബസ്റ്റ് എന്ത് ഉപയോഗിക്കാം? എന്ത് വേണേലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വെക്കുന്നതിന് പല പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് അല്ലേ? അപ്പൊ ആദ്യം എന്താ ചെയ്യണേ? നമ്മള് അരിഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക. ഒരു കാര്യമുണ്ട്, ഇത് അരിഞ്ഞിടുമ്പോ തന്നെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടണം അല്ലേ? വെള്ളത്തിലിടണം, അല്ലെ കറ ചൊവയ്ക്കും. കറ ചൊവയ്ക്കുന്നത് മാത്രമല്ല നമ്മുടെ വാഴയ്ക്ക് അങ്ങ് കറുത്ത് പോവുകയും ചെയ്യും അല്ലേ? അപ്പൊ അങ്ങനെ കറക്കാതിരിക്കാനായിട്ട് ഈ വെള്ളത്തിലിടുക, അരിഞ്ഞും ഈ വെള്ളത്തിലേക്ക് തന്നെ ഇടുന്നത് അല്ലേ? അപ്പൊ നമ്മളിത് വാഴയ്ക്ക നമ്മളിങ്ങനെ ചെത്തി പുറത്തെ തൊലി ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിത് അരിയാൻ പോവാണ്. വെള്ളത്തിലോട്ടാണ് അരിഞ്ഞിടുന്നത്. ഒരു വളമുള്ളതുകൊണ്ടാണ് ഞാനിത് മുറിച്ചത് കേട്ടോ. കളഞ്ഞു കഴിയണ്ട. ഈ വലിപ്പത്തിലാണ് നമ്മളിത് അരിയുന്നത്. അരിഞ്ഞ് ഞാൻ വെള്ളത്തിലോട്ട് തന്നെ ഇടുക, അല്ലെങ്കിൽ ഇത് കറുത്ത് പോകും. നമ്മൾ ഏത് കായാലും വെള്ളത്തിലോട്ട് ഇടണം നമ്മള്. അങ്ങനെ നമ്മളുടെ വാഴയ്ക്ക എല്ലാം അരിഞ്ഞു കേട്ടോ. നന്നായിട്ട് നമുക്കൊന്ന് ഞെരടി കഴുകണം. എത്ര വെള്ളത്തിൽ കഴുകണം ഇത്? 2-3 വെള്ളത്തിൽ കഴുകിയാൽ മതി. കഴുകണം. പിന്നെ ഗുണമാണ് അരി അടുപ്പിടുമ്പോ കാടിവെള്ളം ഒഴിക്കുവാന്നുണ്ടല്ലോ, പെട്ടെന്ന് ഇതിന്റെ കറ ചുരുണ്ടങ്ങ് പോകും. കാടിവെള്ളം ചൂടായിട്ട് ഒഴിക്കണം? അതോ കാടിവെള്ളത്തിന് ചൂടില്ലല്ലോ അരി ഇടുന്നത്. അരി കഴുകണം. കഞ്ഞിവെള്ളം ആയാലും കണ്ടോ? കഞ്ഞിവെള്ളം അടിച്ചപ്പോ കണ്ടോ? ഇപ്പൊ അമ്മ അതേ കഞ്ഞിവെള്ളം അങ്ങ് ഒഴിച്ചു, പാല് പോലെ കണ്ടോ? ഇത് ഞാൻ കുടിക്കാൻ കൊടുത്തത് കഞ്ഞിവെള്ളം കേട്ടോ അമ്മ ഒഴിച്ചതിലേക്ക്. കണ്ടോ? ഇങ്ങനെ അങ്ങ് ആ കറ പെട്ടെന്ന് ഇളകിപ്പോവും. കഞ്ഞിവെള്ളോ കാടിവെള്ളം ഒഴിച്ചാലും മതി. ഉപ്പിട്ടാലും മതി. ചൂടായിട്ട് ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിക്കരുത്. നമുക്കൊന്ന് കഴുകിക്കൊണ്ട് വരാം. ഇനി നമുക്കൊരു കാര്യം, ഞാൻ നേരെ എന്റെ പ്രിപ്പറേഷനിലേക്ക് പോലെ. അപ്പൊ നമ്മുടെ കാതെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത്. ചുമന്നുള്ളി കുറച്ച് മതി, സാധാരണ എടുക്കുന്ന അത്ര ചുമന്നുള്ളിയേ ഉള്ളൂ. പിന്നെ ഇതിന് നമ്മൾ ചേർക്കുന്ന കുരുമുളകാണ്, വറ്റൽമുളക് ചേർക്കില്ല. അപ്പൊ ഇത് നമ്മൾ കല്ലേ വെച്ചൊന്ന് ചതച്ചുകൊണ്ട് വരാം. എന്തൊക്കെയാണ് ചതയ്ക്കുന്നത്? കുരുമുളക് ചതയ്ക്കണം, വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം പ്രത്യേകം ചതച്ചെടുക്കണം. പിന്നെ ഇത് കറിവേപ്പില ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് നമുക്ക് നേരെ ചതച്ചോണ്ട് വരാം അല്ലേ? അപ്പൊ കുരുമുളക് നമുക്കൊന്ന് ചതച്ചെടുത്ത് പൊട്ടിച്ചാൽ മതി. എല്ലാം നന്നായിട്ട് ഒരുപാട് പൊടിയെടുത്ത് കുരുമുളക് ഈ ഒരു പരുവം അല്ലേ? ഈ ഒരു പരുവം മതി. പൊടിയാണോ വെച്ചാൽ പൊടിയല്ല, ചതച്ചാണോ വെച്ചാൽ ചതച്ചതുമല്ല അല്ലേ? അങ്ങനെ ഒരു പ്രത്യേക പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചുവന്നുള്ളി ചതച്ചെടുക്കുക. ലാസ്റ്റ് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കാം.
അരകലില്ലെങ്കിൽ ഇടികലിന്റെ അടുത്തൊന്ന് ചതച്ചാലും മതി അല്ലേ? ആ ഈ ചതയ്ക്ക് വരെ ഇടിച്ചെടുത്താൽ മതി അല്ലേ? വെളുത്തുള്ളിയും കുരുമുളകാണ് ഇതിന്റെ പ്രധാന ചേരുവകൾ. ചേരുവ. അതിന്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്ന ഈ രണ്ട് സാധനങ്ങളുടെ ടേസ്റ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത് അല്ലേ? നമ്മൾ ചെറിയ ഉരുളി അടുപ്പ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മൾ ഇച്ചിരി കടുകിടുക. അപ്പൊ നമ്മുടെ ചുവന്നുള്ളി അങ്ങോട്ടിടാം. ഇനി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇനി സ്വല്പം കറിവേപ്പിലയും കൂടെ. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേർന്ന് അത്രയും രുചിയാണ്. വറ്റൽമുളക് നമ്മൾ ഒട്ടും ചേർക്കുന്നില്ല. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി എല്ലാം കരിവേപ്പിലയൊക്കെ നല്ല വെള്ളം ചുമന്നുള്ളി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടിയും ഉണ്ട്. നല്ലൊരു മണം ഈ സമയത്തൊക്കെ നല്ല വാസനയാ. വാസന മതി ചോറുണ്ടാണ്. സ്വല്പം മഞ്ഞൾപ്പൊടി. നമ്മൾ ഉള്ളിക്കൊക്കെ ഒരു കളർ വരാനൊക്കെ കായ്ക്കൊരു കളർ വരുന്നത് ഇത്രയും മഞ്ഞൾപ്പൊടി മതി. നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കായ് ഇതിലോട്ടിടാം. മുളക് പൊടിയും ഇടുന്നില്ല അല്ലേ? ഒരു മുളക് പൊടി വേറെ ഒരു പൊടിയും ചേർക്കില്ല. പിന്നെ ഉപ്പ് ചേർക്കണം. ഇത് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മുടെ എണ്ണയ്ക്കകത്ത് ആ മൂപ്പിച്ചതിനകത്ത് കിടന്നാണ് ഈ സാധനം ഇത് വേവുന്നത്. അപ്പോൾ ഇത് പതുക്കെ നമുക്കൊന്ന് മൂടി ഒരാവി വരുന്നവരെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മളിത് പതുക്കെ ഒന്ന് തിളം വന്നു വിട്ടിട്ടുണ്ട്. നമുക്ക് ഞാൻ അങ്ങോട്ട് ഇളക്കിയിടാം. ആദ്യം ഒന്ന് ഇനി നമുക്ക് ഇളക്കാം. ഇങ്ങനെ കുഴഞ്ഞു പോകരുത് ഈ കറി. ഇതിപ്പുണ്ടോ വരണം നോക്കാം. ഉപ്പുണ്ടോ? ഉപ്പൊക്കെ നല്ല അടിപൊളി രുചിയാണ് ഈ കറി കേട്ടോ. വെളുത്തുള്ളിയും ഉള്ളിയും അതോടൊപ്പം കുരുമുളകുമാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ? ഒരിക്കലും വറ്റൽമുളക് ചേർക്കരുത്. വറ്റൽമുളക് ചേർത്തുണ്ടാക്കുന്ന വേറെ റെസിപ്പി ഉണ്ട്, അത് വേറെ. ഇതിന്റെ ടേസ്റ്റ് ഇതാണ് ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. നല്ല ചൂട് ചോറിന്റെ കൂടെ ഇത് അടിപൊളിയായിരിക്കും അല്ലേ? അപ്പൊ ഇനി കുറച്ചു നേരം ഇങ്ങനെ കിടക്കണമേ. ഇച്ചിരി നേരം 5 മിനിറ്റ് കൂടി ഒന്ന് ഇങ്ങനെ കിടന്നു തോർന്നു തന്നെ അല്ലേ? ആ സമയത്ത് വാങ്ങാം. ഇത്രയുള്ള ഇതിന്റെ പ്രിപ്പറേഷൻ വേറെ ഒന്നും ഇല്ല ഇനി. ഒന്നുമില്ല. അപ്പൊ നമ്മളിത് ചോറിനുള്ള അടിപൊളി റെസിപ്പി അങ്ങനെ റെഡി ആയിട്ട് വാഴയ്ക്ക വെച്ചുണ്ടാക്കുന്ന സൂപ്പർ ഡിഷ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളിത് നമ്മുടെ കറി അങ്ങ് വാങ്ങി വെക്കാൻ പോവാണ് ഇനി അല്ലേ? അത്രേ ഉള്ളൂ, ഇതിന്റെ പരിപാടി തീർന്നു. ഇത് വാങ്ങി വെച്ചിട്ട് അമ്മ പയ്യെ ഇങ്ങനെ ഇളക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കറി. പക്ഷെ കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോകാതെ അടിയുന്ന ഇത് ഉരുളി ആയതുകൊണ്ട് തന്നെ അടിയിൽ ഇങ്ങനെ പയ്യെ പിടിക്കുകയും ആ പിടിക്കണതിന് ഭയങ്കര ടേസ്റ്റ് ആണ്. അത് ആ ഭാഗത്തിന് അല്ലേ? ഈ ഉരുളിക്ക് അത് ചോറിട്ട് തൂത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വാഴയ്ക്കാവലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. ഈ വാഴയ്ക്ക ഇതുപോലെ വറ്റൽമുളക് ചേർക്കാതെ കണ്ട കുരുമുളകും വെളുത്തുള്ളി എല്ലാം ഇട്ട് നിങ്ങളൊന്ന് വെച്ച് നോക്കുക. അടിപൊളി കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.